إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചും ഉൾക്കൊണ്ടും രഹസ്യ പരസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നുബുവത്ത് ലഭിച്ചത് മുതൽ മരണം വരെയുള്ള 23 വർഷക്കാലം, 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം സംഭവ ബഹുലമായിരുന്നു. ആ മഹത്തായ ജീവിതത്തെ സംബന്ധിച്ചും ആ പ്രവാചകത്വ കാലഘട്ടത്തെ സംബന്ധിച്ച് സവിശേഷമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരാമർശിച്ചിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും രാജാതിരാജനായ അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉന്നതമായ മാതൃകയുണ്ട്. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രതികരണങ്ങളിൽ പോലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 21-ാം സൂക്തത്തിലൂടെ വിശദീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഉസ്വത്തുകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഉപദേശങ്ങൾ, വസിയ്യത്തുകൾ ഏറെ മനോഹരമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ തൻ്റെ സമൂഹത്തെ നന്മയിലേക്ക് വഴി നടത്തുകയും അവരിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെയുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി അവിടുന്ന് നടത്തിയിട്ടുള്ള പൊതുവായ വസിയ്യത്തുകളും, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ രോഗാതുരമായി കഴിഞ്ഞുകൂടിയ വേളയിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സവിശേഷമായ വസിയ്യത്തുകൾ ഇത് പ്രത്യേകമായി ഇസ്ലാമിക ലോകത്ത് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ രോഗം ബാധിച്ച് തളർന്ന് വിഷമിച്ച് കിടപ്പിലായ ഘട്ടത്തിൽ അവിടുന്ന് തന്റെ സമൂഹത്തിന് കൈമാറിയ ഉജ്ജ്വലമായ വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട നമ്മുടെ മനസ്സുകളിൽ കോറിയിടേണ്ട ഗൗരവപ്പെട്ട ചില വസിയ്യത്തുകളുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ കൃത്യമായി വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 13 ദിവസമാണ് രോഗിയായി തളർന്നു കിടന്നത്. എന്നാൽ ആ വേളയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ചില സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിലെ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്നു. സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ വരുന്ന പ്രവാചകനെ ആളുകൾക്ക് കണ്ടുമുട്ടാനും ഇടപഴകാനും അവസരങ്ങളുണ്ട്. പ്രവാചകൻ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവാചകനുമായി കൂടിക്കാഴ്ച നടത്താൻ സുലഭമായി അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയ അതിന്റെ ഒരു പിരിമുറക്കവും സങ്കടവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ആ സമയത്താണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമെല്ലാം ആ അൻസാരികളായ മദീന നിവാസികളുടെ പരിസരത്തിലൂടെ കടന്നു പോകുന്നത്. അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ കരയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നു, മാ യുബ്കീകും, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? എന്താണ് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത്? അവർ പറഞ്ഞു, മജ്ലിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്ന, പ്രവാചകനോടൊപ്പമുള്ള നല്ല നാളുകൾ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പ്രവാചകൻ നമ്മിലേക്ക് വരുന്നില്ല, നമ്മോട് സംസാരിക്കുന്നില്ല, നമ്മുടെ അവസ്ഥകൾ ചോദിച്ചറിയുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രവാചകനോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ. അതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവരുടെ ഈ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തി. പ്രവാചകൻ രോഗിയാണ്, തളർച്ചയിലാണ്, വിഷമകരമായ അവസ്ഥയിലാണ്. തന്റെ തലയിൽ ഒരു തോർത്ത് കെട്ടി പ്രവാചകൻ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ ആ മിമ്പറിൽ കയറുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവത്തിൽ നമുക്ക് കാണാവുന്ന ഒരു വാചകം, ഫസഇദൽ മിമ്പർ വലം യസ്അദുഹു ബഅദ ദാലികൽ യൗം. പ്രവാചകൻ അവസാനമായി മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയത് ആ സന്ദർഭത്തിലാണ്. പ്രവാചകൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചു കൂട്ടി. ആളുകൾ നിമിഷ നേരം കൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പ്രവാചകന്റെ സദസ്സിലേക്ക് ഓടി വന്നു. ഫഹമിദല്ലാഹ വഅസ്നാ അലൈഹി, ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ആ ഹംദിന്റെ സനാഇന്റെ വാക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ഒരു ലഘുവായ ഒരു ഖുതുബ നടത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഊസീകും ബിൽ അൻസാർ, അൻസാരികളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ വസിയ്യത്തുകൾ നൽകുകയാണ്. മദീനയിലേക്ക് പ്രവാചകൻ കടന്നു വരുമ്പോൾ, യാതൊന്നുമില്ലാതെ കടന്നു വരുമ്പോൾ കൈനീട്ടി സ്വീകരിച്ച് അഭയം നൽകിയത് അൻസാരികളാണ്. ആ അൻസാരികളെ പ്രവാചകൻ തന്റെ മനസ്സിൽ വലിയ സ്ഥാനം നൽകിയിരുന്നത് പ്രവാചകന്റെ വാചകങ്ങളിലൂടെ പറയുകയാണ്. ഫഇന്നഹും ഖരിശി വഅയ്ബതി, അൻസാരികൾ എന്നത് എന്റെ എല്ലാമാണ്, എന്റെ ഉറ്റവരും ഉടയവരുമാണ് അൻസാരികൾ. വഖദ് ഖലൗ അല്ലദി അലൈഹിം, അവരുടെ ജീവിതത്തിലെ ബാധ്യതകൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. വബഖിയല്ലദി ലഹും, ഇനി അവരോട് ജനങ്ങൾക്ക് നിർവഹിക്കാനുള്ള കടമകളാണ് ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ ഫഖ്ബലു മിൻ മുഹ്സിനിഹിം, അവർ ചെയ്ത നന്മകളെ നിങ്ങൾ സ്വീകരിക്കുക. വതജാവസു അൻ മുസീഇഹിം, അവരുടെ എന്തെങ്കിലും
എന്തെങ്കിലും സ്ഖലിതങ്ങളും പോരായ്മകളും കണ്ടാൽ അത് നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച കാണിക്കണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അൻസാരികളും മുഹാജിറുകളും ഉൾക്കൊള്ളുന്നതാണ് സഹാബത്ത്. അവിടെ അൻസാരികൾ പ്രവാചകന്റെ ആ ഒരു അസാന്നിധ്യത്തിൽ കഠിനമായ വേദനകൾ പങ്കുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടുള്ള തന്റെ മനസ്സിലെ നിറഞ്ഞ സ്നേഹവും അവരോടുള്ള കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്ന ചരിത്രമാണ് ആ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. മരണപ്പെടുന്ന സന്ദർഭത്തിൽ, ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഉറ്റവരെയും ഉടയവരെയും മുഷിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നന്ദികേടിന്റെ വാക്കുകൾ പറയുന്ന പല മരണരംഗങ്ങൾക്കും പലരും മൂകസാക്ഷികളാകാറുണ്ട്. എന്നാൽ ആ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുകയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണ്, അവരുടെ ജീവിതത്തിന്റെ നന്മകൾ പറയുകയാണ്. ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ നല്ലത് പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നത് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം അൻസ്വാരികളുടെ മഹത്വം, മദീന നിവാസികളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ മഹത്വവും ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ സംഭവം സൂചിപ്പിക്കാനുള്ള കാരണം, റസൂലുള്ള തന്റെ ജീവിതത്തിൽ അവസാനമായി മദീനത്തെ മിമ്പറിൽ കയറുന്നത് ഈ ഒരു നല്ല വാക്ക്, ഈ മനോഹരമായ വാക്കുകൾ പറയാനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകമായ ഒരു വസിയത്ത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാം. ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ള മരണപ്പെടുന്നതിന്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്. ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ സൽവിചാരം വെച്ചുകൊണ്ടല്ലാതെ, നല്ല ഒരു മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. ഒരുപക്ഷെ രോഗിയായി കിടപ്പിലാകുമ്പോൾ മനസ്സിനും ശരീരത്തിനും വേദനകൾ ഉണ്ടാവും. ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വബർ നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ചില ആളുകൾ കരുതും, അള്ളാഹുവേ, നീ എന്തേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, നീ എന്നെ ഈ അവസ്ഥയിൽ കൈവടിഞ്ഞല്ലോ എന്ന നിലക്കുള്ള നീരസത്തിന്റെ, നിരാശയുടെ വാക്കുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്ന് മാത്രമല്ല, ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാറുള്ളത്, രോഗിയായി കിടക്കുന്ന, തളർച്ച ബാധിച്ച, മരണാസന്നരായ ആളുകളെ കുറിച്ചും നമ്മൾ നല്ലതേ പറയാവൂ. ചില ആളുകൾ മരിക്കുന്ന മരണാസന്നമായ അവസ്ഥ കണ്ട് ചില ആളുകൾ പറയും, നല്ല കാലത്ത് നന്നായി ജീവിച്ചു, പക്ഷെ ഇങ്ങനെ നരകിച്ച് കഴിയാനാണല്ലോ വിധി, ഒരുപക്ഷെ അള്ളാഹു അയാളെ കൈവിട്ടതാവാം എന്ന നിരാശ നിറഞ്ഞു നിൽക്കുന്ന വാചകങ്ങൾ ഒരു കാരണവശാലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു വിശ്വാസി പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവും, എല്ലാം ഖൈറാണ്, ഖൈറിനാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു വിധിച്ചതെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചും മാത്രമേ എൻ്റെ കാലം കഴിയൂ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മരണാസന്നമാകുന്ന സാഹചര്യം എന്തെന്ന് നമുക്കറിയില്ല. ഒരു അപകടത്തിലാണോ, ഉറക്കത്തിലാണോ, മറ്റെന്തെങ്കിലും അപകടങ്ങളോ പരീക്ഷണങ്ങൾക്കോ വിധേയമായിട്ടാണോ, വേദനകൾ കാർന്നു തിന്നുന്ന ഏതെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ടാണോ നമ്മൾ മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവേ, ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലാണെങ്കിലും നിനക്ക് പൊരുത്തമില്ലാത്തത് പറയുന്ന അവസ്ഥ എനിക്കുണ്ടാകരുത്, നീ ഇഷ്ടപ്പെടാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യം എനിക്കുണ്ടാകരുത് എന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞു വെച്ച വാചകം, ലാ യമൂതന്ന അഹദുകും, നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവിനോട് നീരസമുള്ളവരായി മരിക്കാൻ ഇടയാകരുത് എന്നാണ്. ഇത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും, ഇതൊക്കെ ഫിലോസഫി പറയാൻ എളുപ്പമാണ്.
ഒരാൾക്കൊരു അസുഖം ബാധിച്ചാൽ, ഒരു കിഡ്നി സ്റ്റോണിന്റെ വേദന പോലും ചില സമയത്ത് കാല് വെച്ച് കുത്തിയാൽ പോലും വേദന സഹിക്കാൻ കഴിയൂല. ഇതൊന്നും അനുഭവിക്കാതെ ഒരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നിയേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാചകങ്ങൾ പറയുമ്പോൾ അവിടുന്ന് കടന്നുപോയ ദിനരാത്രികൾ സ്വഹീഹായ ഹദീസുകളിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 13-14 ദിവസങ്ങൾ രോഗം കൊണ്ട് തളർന്ന് പല സമയങ്ങളിലും ബോധരഹിതനായി കഴിഞ്ഞ അവസ്ഥകളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടിയത്. രോഗം കഠിനമായി മൂർച്ഛിച്ച് രണ്ടാളുകളുടെ തോളിൽ കൈവച്ച് വേച്ച് ഒന്ന് നടക്കാൻ പോലും സാധിക്കാതെ പ്രയാസപ്പെട്ട സാഹചര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. പ്രവാചകൻ തന്റെ വീട്ടുകാരോട് പറഞ്ഞത്, എന്റെ ശരീരത്തിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും വെള്ളമൊഴിക്കൂ. എന്റെ ശരീരത്തിലെ ക്ഷീണമെങ്ങാനും മാറിയാൽ എനിക്ക് എന്റെ അനുയായികളെ കാണാമല്ലോ എന്ന് വിഷമത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിറങ്ങും. പ്രവാചകൻ തന്റെ തലയിൽ കൈവച്ച്, എന്റെ തല, എന്തൊരു തലവേദന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന പങ്കുവെച്ചത് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിലോസഫി പറഞ്ഞതല്ല. ഖൈബറിൽ താൻ കഴിച്ച വിഷം പുരണ്ട ആട്ടിന്റെ മാംസം കഴിച്ച് പ്രവാചകന്റെ ശരീരത്തിൽ ആ ഒരു വിഷത്തിന്റെ എല്ലാ വേദനകളും ശരീരത്തിലേക്ക് ബാധിച്ച സമയത്താണ് ബിശ്ർ റളിയല്ലാഹു മരണപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഇസ്മത്തിന്റെ ഭാഗമായി പ്രവാചകന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനുള്ള കാലഘട്ടം അല്ലാഹു സംരക്ഷണം കൊടുത്തത് കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിൽ മരണപ്പെടാഞ്ഞത്. പക്ഷേ രോഗത്തിന്റെ തീവ്രതയിൽ റസൂലുള്ള പറഞ്ഞത്, മാ അസാലു അജിദു അലം തുആമിൽ ലദി അകൽതുഹു ബി ഖൈബർ. ഖൈബറിൽ നിന്ന് ഞാൻ കഴിച്ച ആ മാംസത്തിന്റെ അതിന്റെ വേദന എന്റെ കണ്ടനാടികളെ മുറിച്ചു കളയുമാറ് ഞാൻ അനുഭവിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിറങ്ങും. പ്രവാചകനോട് ഭാര്യ ചോദിക്കുന്നു, പ്രവാചകന്റെ മകൾ ചോദിക്കുന്നു, താങ്കൾക്ക് വേദനയുണ്ടോ? റസൂലുള്ള പറഞ്ഞത്, നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് പ്രവാചകന്റെ മുഖത്ത് നനഞ്ഞ ഒരു മുണ്ട് പ്രവാചകന്റെ മുഖത്ത് വിരിച്ചിട്ടുണ്ട്. പ്രവാചകന് ബോധം തളരുമ്പോൾ മുഖത്ത് നിന്ന് ആ വിരിപ്പ് മാറ്റും. പ്രവാചകൻ ആ ഘട്ടങ്ങളിൽ, ബോധമുണ്ടായ സമയങ്ങളിൽ അവിടുന്ന് നടത്തിയിരുന്ന പ്രാർത്ഥനകൾ, അല്ലാഹുവേ എനിക്ക് ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകണമേ എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടുന്ന് പറഞ്ഞിട്ടുള്ള വാചകം, അള്ളാഹുവിനെ കുറിച്ച് നിരാശ പാടില്ല, അള്ളാഹുവിനോട് നീരസം പാടില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ വേദനകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്ദേശങ്ങളായി, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടുകളായി കൊണ്ടുപോവുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഗൗരവപ്പെട്ട മറ്റൊരു വിഷയം ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുന്ന് ആ ബോധം തിരിച്ചു ലഭിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന ഒരു വാചകം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദ് വന്നസ്വാറ. ജൂത ക്രൈസ്തവ സമൂഹം അവർ ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ അള്ളാഹു അവരുടെ മേൽ ശാപമിറക്കട്ടെ. എന്താണ് അവർ ചെയ്ത പ്രശ്നമെന്നോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരെ തൗഹീദ് പഠിപ്പിക്കാൻ കടന്നു വന്നിരുന്ന പ്രവാചകന്മാർ മരണപ്പെട്ടപ്പോൾ ആ പ്രവാചകന്മാരുടെ അവർ മരണപ്പെട്ട് അവരെ ഖബറടക്കിയ സ്ഥലങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അത് അവർ ചെയ്ത ഏറ്റവും വലിയ അതിക്രമമാണ്. യുഹദ്ദിറു മാ സ്വനഉ. അവർ ചെയ്തു വെച്ച ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി എന്നാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത്. അതേപോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. ജുന്ദുബ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ. പ്രവാചകന്റെ മരണത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പുള്ള രംഗം. അവിടുന്ന് പറഞ്ഞ ചില വാചകം, ആ വാചകത്തിലെ ഒരു ഭാഗം, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ. അറിയണം ജനങ്ങളെ, നിങ്ങളുടെ പൂർവികർ അവരുടെ സമൂഹത്തിൽ ജീവിച്ച പ്രവാചകന്മാരും മഹാന്മാരും മരണപ്പെട്ടാൽ അവരുടെ ഖബറിടം ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. അറിയണം, മരണപ്പെട്ടവരെ ഖബറടക്കിയ ആ സ്ഥലം ഒരു ആരാധനയുടെ കേന്ദ്രമായി നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്. ഞാൻ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വ്യക്തമായി അതിനോടുള്ള എതിർപ്പ് അറിയിക്കുന്നു, ഞാൻ നിങ്ങളെ അത് വിരോധിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തെ ആ വസിയ്യത്തുകളിലെ ഏറ്റവും ശക്തമായ ഒരു വസിയ്യത്താണ് ഇത്. ഒരു ഉമ്മത്തിന് മേലുള്ള അള്ളാഹുവിന്റെ ശാപത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം, മരണപ്പെട്ട അംബിയാഇന്റെ സ്വാലിഹീങ്ങളുടെ ഖബറിടം അവർ ആരാധനാ കേന്ദ്രമാക്കി എന്നാണ്. അത് മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, അത് ഈ ഉമ്മത്തിന് യോജിച്ച നിലപാടല്ല, അത് ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാടാണ്. ലഅനത്തുല്ലാഹ്. അതിന്റെ പേരിൽ അവരുടെ മേൽ ശാപം കോരിയിടപ്പെടട്ടെ എന്നാണ് അവിടുന്ന് ആ രോഗത്തിന്റെ തളർച്ചയിൽ പോലും പ്രതിവചിച്ചത് എങ്കിൽ ആ വിഷയം വളരെ ഗൗരവമാണ്. നമ്മുടെ സമൂഹത്തില് ഇന്നും ഈ പുതിയ കാലത്തും ഇതിന്റെ സമാനമായ ചില രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 മാസത്തിനിടക്ക് മരണപ്പെട്ടു പോയ ഒരു ഖുറാ തങ്ങൾ എന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഖബറടക്കുന്നു. മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ഖബറടക്കിയ ആ സ്ഥലത്ത് എടുപ്പുയരുന്നു, ഒരു ജാറമായി അത് ഉയരുന്നു. മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ഖബറടക്കപ്പെട്ട ആ സ്ഥലത്ത് ആ ഖബറിന് അനുയോജ്യമായ രൂപത്തിൽ ബാരിക്കേഡുകൾ നിർമ്മിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ അതിനു മുകളിൽ ഒരു വെളുത്ത ഒരു വിരി വിരിക്കുന്നു. അടുത്ത ദിവസം ഒരു പച്ച വിരി വിരിക്കുന്നു. പിന്നീട് പുരോഹിതന്മാർ അതിന്റെ ചുറ്റും കൂടി നിൽക്കുകയും പ്രാർത്ഥനകളും ദിക്റുകളുമായി കഴിഞ്ഞുകൂടുന്നു. സാധാരണക്കാരായ ആളുകൾ ആ ഖബറിന്റെ മുമ്പിൽ നിന്ന് കൈകൾ കൂപ്പുന്ന സമാനമായ രൂപത്തിൽ ചേർത്ത് പിടിച്ച് അതിന്റെ മുമ്പിൽ വണങ്ങുന്ന സാഹചര്യം. എന്തേ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ ഒരു ജാറം? എന്തിനാണ് ഇങ്ങനെ ഒരു ഉറൂസ്? അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാധാരണക്കാരെ പോലെ മരിച്ചതാണെങ്കിൽ പള്ളിക്കാട്ടിൽ ഖബറടക്കിയാൽ മതി. ഇതൊരു മഹാനാണ്, ഒരു മഹാനാണെങ്കിൽ അയാളുടെ ഖബർ കെട്ടി ഉയർത്താമെന്ന്, അവിടെ പ്രത്യേകമായ ആരാധനകൾ നടത്താമെന്ന്, ആളുകൾ ഭക്തി ആദരവോട് കൂടി അങ്ങോട്ടേക്ക് പ്രാർത്ഥനകൾക്കായി വണങ്ങി നിൽക്കണമെന്ന് പുരോഹിതന്മാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വാലിഹീങ്ങളുടെയും അംബിയാക്കളുടെയും ഖബറുകളെ പ്രത്യേകമായ ആരാധനയുടെ കേന്ദ്രമാക്കിയതിന്റെ പേരിൽ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. എന്നാൽ അതിൽ ഒരു എക്സെപ്ഷൻ, ചില ആളുകൾക്ക് അതിലൊരു ഒഴിവ് കഴിവുണ്ട്. ഇന്ന ദറജയിലുള്ള ആളുകളുടെ അത് നിങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തുക, അത് ഉയർത്തുക, അവിടെ നിങ്ങൾ പ്രത്യേക
പ്രത്യേകം പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടുക, അവിടെ നിങ്ങൾക്ക് ആരാധനകൾ നടത്താമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. അറിയണം, മരണപ്പെട്ടവർ ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം അത് കെട്ടി ഉയർത്തിയോ പ്രത്യേകമായ ഒരു കേന്ദ്രമാക്കിയോ അവിടെ ഒരു ആരാധനാ കേന്ദ്രമാക്കുന്നത് ഒരിക്കലും പാടുള്ളതല്ല. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ അതിനെ തൊട്ട് നിങ്ങളോട് വിരോധിക്കുന്നു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ ഈ ഉമ്മത്തിനെ കൃത്യമായി നമ്മൾ സ്വയം മനസ്സിലാക്കുകയും നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു മതപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണമാണ് നമ്മുടെ ഈ പള്ളി അടക്കമുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏകീകരിക്കുന്ന മത പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ ദഅവ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ന് 5 മണിക്ക് മമ്പാട് ഐക്യ ഹാളിൽ വെച്ച് ഒരു 3 മാസത്തെ തൗഹീദ് ക്യാമ്പയിനിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. തൗഹീദ് മോക്ഷത്തിന്റെ നേർവഴി എന്ന ഒരു വാചകം ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും നിരീശ്വരവാദികളോടും ദൈവത്തിന്റെ അസ്തിത്വം വിശദീകരിക്കാനും ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സന്ദേശം വീടുകളിലും വ്യക്തികളിലേക്കും കൃത്യമായി എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരം പ്രബോധന സംരംഭങ്ങൾ നമ്മൾ നടത്തുന്നത്. അതൊരു സംഘടനയെ വളർത്താനോ ഒരു സംഘടനയ്ക്ക് ഭൗതികമായ എന്തെങ്കിലും ഒരു അസ്തിത്വം നേടിയെടുക്കാനോ മറ്റേതെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. ഈ നാട്ടിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദഅവാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അന വമൻ ഇത്തബഅനി എന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ മാത്രമല്ല ക്ഷണിക്കുന്നത്, എൻ്റെ അനുയായികളും ഈ ദഅവത്ത് നടത്തും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ പൊതുവായി സംഘടനാ വേർതിരിവുകൾക്ക് അതീതമായി തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ കൈകോർക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമൂഹത്തിന് ശരിയായ തൗഹീദ് വ്യക്തമാക്കി കൊടുക്കുവാനും പുരോഹിതന്മാരുടെ ചൂഷണങ്ങളുടെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് സാധ്യമായ രൂപത്തിൽ നമ്മൾ ഇടപെടണം. സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും സ്വഹാബത്തിന്റെ നിലപാടുകളോടും കൂറും പ്രതിബദ്ധതയും പുലർത്തി മുഅ്മിനുകളായി മുവഹിദുകളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അത് പൂവണിഞ്ഞ് ദുനിയാവിന്റെ ഹസനത്തുകൾ അനുഭവിക്കാനും ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, പ്രയാസങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, പലതരം പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടവരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫിലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഇന്നും വേദനകളിലും സംഘർഷങ്ങളിലുമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.